ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലളിതമായ 4 കൂട്ടം കറികളുമായി സ്വാദേറിയ ഒരു അടിപൊളി ഉച്ചയൂണ് നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാടൻ പപ്പായ എരിശ്ശേരിയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ധാരാളം ഉണ്ടല്ലോ കപ്പളങ്ങയൊക്കെ. അപ്പം അതും പരിപ്പും കൊണ്ട് അടിപൊളി ഒരു എരിശ്ശേരി. ഒരു ചെറിയ കപ്പളങ്ങ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചത്, ഒരു അരക്കപ്പ് പരിപ്പ് കഴുകിയത്, ഇത് രണ്ടും കൂടെ നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 4 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. വെള്ളം ഒരുപാട് വേണ്ട, കപ്പളങ്ങായും പരിപ്പും വേകുന്നതിനുള്ള വെള്ളം മതി. ഇനി അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 4 അല്ലി വെളുത്തുള്ളി, ഇത് നന്നായിട്ടൊന്ന് അരച്ച് വെക്കണം. അപ്പം നമ്മുടെ കപ്പളങ്ങായും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് അല്പം വെള്ളവും കൂടെ ചേർത്തൊന്ന് ഇളക്കി അരപ്പൊന്ന് വേകുന്നതിനായിട്ടൊന്ന് തിളപ്പിക്കണം. ഇനി പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പസമയം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ സ്വാദേറിയ കപ്പളങ്ങ പരിപ്പ് എരിശ്ശേരി റെഡി. ഇനി അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 1/4 കിലോ അച്ചിങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ചെറിയ പീസസായിട്ട് ഞുറുക്കി വയ്ക്കണം. അല്പം തേങ്ങ കൊത്തിയത്, വെളുത്തുള്ളി ചതച്ചത്, 1 സവാള അരിഞ്ഞത്, പച്ചമുളക്. അപ്പോൾ ഈ അച്ചിങ്ങാപ്പയർ ചട്ടിയിലേക്ക് ചേർത്ത് നമുക്ക് തേങ്ങ അരിഞ്ഞതും സവാളയുടെ പകുതി ചേർത്ത് ഒരു 3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് അല്പം വെള്ളം, അച്ചിങ്ങാപ്പയറൊന്ന് വേകുന്നതിന് മാത്രം ഉള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്നിളക്കി നമുക്ക് മൂടി വെച്ചൊന്ന് ഇത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. പയർ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ആ പാൻ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കടുക് താളിച്ച പാനാണിത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പകുതി സവാളയും വെളുത്തുള്ളി ചതച്ചതും ചുമന്ന മുളക് ചതച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കി നമ്മൾ ഉപ്പി പറ്റിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് ഇത് കുറച്ചുകൂടെ ഒന്ന് ഉലർന്ന് വരണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചിങ്ങാപ്പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നെല്ലിക്ക ചമ്മന്തി. നമുക്ക് നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നെല്ലിക്ക, കറിവേപ്പില, ഇഞ്ചി, ചുവന്നുള്ളി, 1 പിടി കാന്താരി, ഉപ്പുകല്ല്, ഇത്രയും ചേർത്താണ് നമ്മൾ ചമ്മന്തി തയ്യാറാക്കുന്നത്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയാൻ ഒരുപാട് നല്ലതാണ് ഈ ചമ്മന്തി. അപ്പോൾ ഒരു അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ബൗളിലേക്ക് ചേർത്ത് തേങ്ങയും ഉപ്പുകല്ലും കൂടെ ചേർത്ത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ സ്വാദേറിയ നെല്ലിക്ക ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇനി ചീരച്ചേമ്പ് തോരനാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേമ്പാണ് ഇത്. ഏത് സമയത്തും നമുക്കെടുക്കാൻ ചൊറിയുകയോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം നമുക്ക് എടുക്കാം. ഞാനൊരു 3 തണ്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി അതിൻ്റെ ഇച്ചിരി തൊലിയൊക്കെ ഒന്ന് കളയണം. എന്നിട്ട് ഇലയും തണ്ടും എല്ലാം ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയുടെ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്നൊന്ന് കറക്കിയെടുക്കാം. ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പിരയിലേക്ക് നമുക്ക് ഈ അരപ്പൂടെ ചേർത്ത് അരപ്പ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ല സ്വാദാണ് ഈ ചീരച്ചേമ്പ് തോരൻ. ഇപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിന് പകരം നമ്മൾ അരിയാണ് ചേർക്കുന്നത്. അരി ചേർത്ത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കുറേശ്ശെയായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരച്ചേമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി നമുക്ക് മൂടി വയ്ക്കാം. ഉപ്പ് നമ്മളിപ്പം ചേർക്കത്തില്ല, കാരണം ഇത് കുറച്ചുകൂടെ ഒന്ന് അവിഞ്ഞ് ഇതൊരു പകുതിയായിട്ട് കുറയും. അല്ലേ നമ്മൾ ആദ്യം ഈ അളവ് കണ്ട് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് ഹാഫായിട്ട് കുറയുമ്പോൾ ആണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അല്പം ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റ് കൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചീരച്ചേമ്പ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ തനി നാടൻ കറികളും കൂട്ടി ഇതുപോലെ ഒരു ഊണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.